ഒന്ന് രണ്ട് വലിയ പത്രങ്ങളിൽ സ്പോർട്സ് ജേർണലിസ്റ്റായി ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കളിക്കാരെ വളരെ അടുത്ത് നിന്ന് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രശസ്തിയിലേക്ക് കുതിച്ച ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പ്രശസ്തിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പണവും പ്രശസ്തിയും വരുമ്പോൾ സ്വഭാവം മാറി വേറെ തരം ആറ്റിറ്റ്യൂഡുമായി നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സ്പോർട്സ് എന്ന് പറയുമ്പോൾ അത് ഡിസിപ്ലിൻ്റെ ഫോക്കസിൻ്റെയൊക്കെ ഒരു സംഗതിയാണ്. വളരെയധികം അച്ചടക്കത്തോടുകൂടി സ്പോർട്സ് ചെയ്യുന്ന ആളുകളൊക്കെയും അവരുടെ ഗെയിമിൽ വളരെ പ്രഗത്ഭരാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പോർട്സ് ഡ്രാമ സിനിമകളും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പല ഭാഷകളിൽ, മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ അത്തരം സിനിമകൾ ധാരാളമായി വന്നിട്ടുണ്ട്. ഏറിയ പങ്ക് സിനിമകളും ശരാശരിക്ക് മുകളിൽ വിജയം നേടുന്ന സിനിമകൾ തന്നെയാണ്. അത് ആ സിനിമ ഉണ്ടാക്കാനെടുക്കുന്നൊരു എഫേർട്ട്, അതിൽ അഭിനയിക്കുന്ന താരങ്ങൾ ആ സ്പോർട്ട് പഠിച്ച് വൃത്തിയായി ചെയ്യുമ്പോഴുള്ള ഒരു ഭംഗി, അതൊക്കെ ആ സിനിമയുടെ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏറിയ പങ്ക് സിനിമകളും വിജയിച്ചിട്ടുണ്ടെങ്കിലും വിജയിക്കാതെ പോയ ഒരുപാട് സ്പോർട്സ് ഡ്രാമകളുണ്ട്. മലയാളത്തിൽ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള സ്പോർട്സ് ഡ്രാമയാണ് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാനാണ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഖാലിദിൻ്റെ മുൻകാല സിനിമകളൊക്കെയും ശരാശരിക്ക് മുകളിൽ അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള സിനിമകളാണ്. ഈ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നസ്ലിലാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടെ ഗണപതിയും ലുക്മാൻ അവറാനും താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള മറ്റ് താരങ്ങളും ഉണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ബോക്സിംഗ് പ്രധാന കഥാതന്തുവായിട്ട് വരുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് +2 തോറ്റുപോയിട്ടുള്ള കുറച്ച് കുട്ടികൾ, അവർക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിനെ പറ്റി, ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ധാരണകളൊന്നുമില്ല. പക്ഷേ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സ്പോർട്ട് കൃത്യമായി ചെയ്താൽ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ വന്നാൽ കുറച്ച് ഗ്രേസ് മാർക്ക് തരപ്പെടുത്തിയാൽ ഏതെങ്കിലും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അത് ഉപകാരമാവും എന്ന് കരുതി ഏതെങ്കിലും ഒരു ഗെയിം പഠിക്കാമെന്ന തീരുമാനത്തിലെത്തുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ്. ഇതൊരു കള്ളുഷാപ്പ് സീനിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ ജയിച്ചാലും തോറ്റാലും നമ്മൾ ആഘോഷിക്കുന്ന മനുഷ്യരാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പണിംഗ് സീനുണ്ട്. ആ സീനിൽ നിന്ന് പിന്നീട് സിനിമ വികസിക്കുമ്പോൾ അത്തരം അല്ലെങ്കിൽ മദ്യപാന അല്ലെങ്കിൽ ലഹരി സീനുകളൊന്നും സിനിമയിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. ബോക്സിംഗ് എന്ന സ്പോർട്ട് വളരെ കൃത്യമായി പഠിച്ച് പരിശീലിച്ചാണ് ഇതിലെ അഭിനേതാക്കൾ അഭിനയിച്ചിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഒരു കാട്ടിക്കൂട്ടലുകളല്ല, കൃത്യമായി അതിനുവേണ്ട ട്രെയിനിങ് എടുത്ത് ആ ശരീരത്തിൽ അതിനുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ആ സ്പോർട്ടിനോട് എത്രത്തോളം നീതി പുലർത്താമോ അത്രയധികം നീതി പുലർത്തി തന്നെയാണ് ഓരോ താരങ്ങളും ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അതിന് ഇതിൻ്റെ മേക്കേഴ്സ് ആദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. സിനിമ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ +2 എത്തിയിട്ട് ഇനി എന്ത് ചെയ്യണം, തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ധാരണയില്ലാത്ത ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥ പറയുന്ന സിനിമയാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ കൂട്ടത്തെ മുന്നോട്ട് നയിക്കുന്നത് അവർക്കിടയിലുള്ള സൗഹൃദമാണ്. പലതരം പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ആ സൗഹൃദത്തിന് ഉലച്ചിലൊന്നും സംഭവിക്കാതെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പറ്റം ആളുകളാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകൻ്റെ മികവിനെ കുറിച്ച് തന്നെയാണ് ആദ്യം സംസാരിക്കേണ്ടത്. ഓരോ താരത്തെയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് ഖാലിദ് റഹ്മാൻ. സിനിമയിൽ അവരവർക്ക് പറ്റിയ വേഷങ്ങളാണ്, അവരവർക്ക് പറ്റിയ കഥാസന്ദർഭങ്ങളാണ്, അവരവർക്ക് പറ്റിയ ഡയലോഗുകളാണ് എന്ന് ഈ താരങ്ങളെ ബോധ്യപ്പെടുത്തി അത് മനോഹരമായി പെർഫോം ചെയ്യിച്ചെടുക്കാൻ ഖാലിദ് റഹ്മാന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സിനിമ എന്ന് പറയുന്നത് വളരെ പ്രശസ്തിയുള്ള ഒരു കൂട്ടം താരങ്ങളെ കണ്ടുപിടിച്ച് അഭിനയിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കലയല്ല, മറിച്ച് അതത് കഥാപാത്രങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ അത് ഏൽപ്പിച്ച് ഭദ്രമായി അഭിനയിപ്പിച്ചെടുക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് സിനിമ. സിനിമയുടെ കഥയെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഇത് ഈ ബോക്സിംഗ് എന്ന സ്പോർട്ട് അവർ തിരഞ്ഞെടുത്തതിന് ശേഷം ആ സംഘത്തെ ഏതൊക്കെ നിലയ്ക്കാണ് ആ സ്പോർട്ട് സ്വാധീനിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം മാറി പറയുന്നത്, എത്രത്തോളം എഫേർട്ട് അവരെടുക്കുന്നുണ്ട്, ആ എഫേർട്ട് അവരെ ഏതെങ്കിലും കാലത്ത് തുണയ്ക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെയാണ് ഈ സിനിമ തരുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റുള്ള ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും അവരവരുടെ കഥാപാത്രങ്ങളെ അങ്ങേയറ്റം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഈ സ്പോർട്സ് ജേർണലിസ്റ്റായ കാലത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള വളരെ ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു വോളിബോൾ പ്ലെയറെ എനിക്കറിയാം. വളരെ ചെറുപ്പക്കാരനാണ് അയാൾ. പങ്കെടുത്ത ടൂർണമെൻറ്റുകളിലൊക്കെ വലിയ പേരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. ഒരു പക്ഷേ ഇന്ത്യയിലെ ഇപ്പോൾ കളിക്കുന്ന പ്ലേയേഴ്സിൽ ഏറ്റവും മികച്ച നിലയിൽ കളിക്കുന്ന ഒരാളായി മാറും എന്നൊരു തോന്നലുണ്ടാക്കിയതിന് ശേഷം
അവിടെ നിന്ന് പല കാരണങ്ങളാൽ തകർന്നുപോയി, തരിപ്പണമായി, ഫോം നഷ്ടപ്പെട്ട് ഇപ്പോൾ വളരെ സാധാരണ നിലയിൽ കളിക്കുന്ന ഒരാളായിട്ട് അയാൾ മാറിയിട്ടുണ്ട്. അത് ഈ സ്പോർട്സ് ജേർണലിസം ചെയ്ത കാലയളവിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയായിരുന്നു എന്നെ സംബന്ധിച്ച്. അത്തരത്തിൽ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡിസിപ്ലിനോടുകൂടി ചെയ്യേണ്ടതാണ്, നമ്മളത് 100% എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ സിനിമ യങ്സ്റ്റേഴ്സിനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കോച്ചായിട്ട് വരുന്ന ലുക്മാൻ അവറാനാവട്ടെ, കോട്ടയം നസീറാവട്ടെ, അവരും ഈ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലുകൾക്കല്ല ശ്രമിക്കുന്നത്, മറിച്ച് ആ സ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് എന്നത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മമ്മൂട്ടിയുടെ ബസൂക്ക ഉൾപ്പെടെ കുറേയധികം സിനിമകൾക്കൊപ്പമാണ് ആലപ്പുഴ ജിംഖാനയുടെ വരവ്. സിനിമ എത്തരത്തിൽ വലിയ വിജയമാവും എന്ന കാര്യത്തിലൊന്നും നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. ഖാലിദ് റഹ്മാൻ്റെ മുൻകാല സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ ആലപ്പുഴ ജിംഖാന അതിനൊപ്പം വന്നോ അതിന് മുകളിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇതിലും മികച്ച സിനിമകൾ അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ച് ആലപ്പുഴ ജിംഖാന ഒരു മോശം സിനിമയല്ല. 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സ്പോർട്സ് ഡ്രാമ കണ്ടു തീരുമ്പോൾ തോന്നാവുന്ന ഒരു പരാതി, എല്ലാവർക്കും അല്ല ചിലർക്കെങ്കിലും, ഈ സ്പോർട്സ് ഡ്രാമ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ മൊമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭയങ്കര നമ്മൾ സ്പിരിറ്റഡ് ആയി കാണുന്ന ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ താരതമ്യേന കുറവാണ് എന്നൊരു തോന്നലുണ്ടായി. അത് തിയേറ്ററിൽ കൂടെ കണ്ടിരുന്ന പലരും ആ നിരാശ പ്രകടിപ്പിക്കുന്നതും കണ്ടു. എന്നാൽ ആ നിരാശ മാറ്റി നിർത്തിയാൽ ഈ അവധിക്കാലത്ത് തിയേറ്ററിൽ പോയൊരു നല്ല സിനിമ കണ്ട് സന്തോഷിച്ച് തിരിച്ചു വരാമെന്ന് കരുതുന്ന പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഇതിനൊപ്പം വന്നിട്ടുള്ള മറ്റു സിനിമകളുടെ വിജയപരാജയങ്ങൾ ആലപ്പുഴ ജിംഖാനയുടെ വിജയത്തെ സ്വാധീനിക്കാനിടയില്ല. കാരണം ആദ്യ ദിനം തന്നെ എല്ലായിടത്തു നിന്നും നല്ല റിപ്പോർട്ടുകളാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ 1-2 തവണ പറഞ്ഞതുപോലെ തിയേറ്ററിൽ പോയി സന്തോഷിച്ച് വരാം എന്ന് കരുതി പോകുന്ന പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമാ അനുഭവമാണ് ആലപ്പുഴ ജിംഖാന. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. കണ്ടിട്ട് ഇതിലുള്ള ആളുകളുടെ പ്രകടനത്തെപ്പറ്റി, ഖാലിദ് റഹ്മാൻ്റെ സംവിധാന മികവിനെപ്പറ്റി, ജിംഷി ഖാലിദിൻ്റെ ഛായാഗ്രഹണത്തെപ്പറ്റി ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.